സമാധാനം ഉണ്ടാകത്തില്ല. നീ മറ്റന്നാൾ ആശുപത്രി പോയി വരുമ്പോൾ എല്ലാ കാര്യങ്ങളും എൻ്റെ അടുത്ത് പറയുമ്പോൾ അതനുസരിച്ച് ഞാൻ വരാം കേട്ടാ. പോയിട്ട് വരട്ടെ. രാവിലെ തന്നെ ഉമ്മ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. എപ്പോഴും പോണ പോലെയല്ല, ഇപ്രാവശ്യം പോകുമ്പോൾ ഉമ്മാക്ക് സങ്കടം കുറച്ച് കൂടുതലാണ്. ഇവിടെ വന്നാൽ പാപ്പാനെയും മോനെയും ഓർത്തിട്ട് ഉമ്മാക്ക് അങ്ങോട്ട് പോയാൽ മതി എന്നുള്ള മൈൻഡാണ്. പക്ഷെ ഇപ്രാവശ്യം ആൾക്ക് നല്ല സങ്കടമായിട്ടാണ് പോയത്. വ്യാഴാഴ്ച പോകേണ്ട ഉമ്മാനെ ഞാൻ ഞായറാഴ്ച ഒരു വിധത്തിൽ പിടിച്ചു വെച്ച് ഇത് ഞായറാഴ്ച രാവിലെ ആയപ്പോഴത്തേക്കും മരുമകൻ ബസ് കയറ്റാൻ വേണ്ടിയിട്ട് മണ്ണാർക്കാട് ആക്കാൻ പോവാണ്. രാവിലെ 6:30 ആയപ്പോഴത്തേക്കും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉമ്മ പോയ സങ്കടം ആലോചിച്ച് കുറേ നേരം അവിടെ ഇവിടെയൊക്കെ ഇരുന്നു. പിന്നെ കുറച്ച് നേരം കൂടെ പോയി കിടന്ന് ഉറങ്ങിയിട്ട് എണീറ്റ് വന്നപ്പോഴത്തേക്കും ഉമ്മ രാവിലത്തെ ഫുഡൊക്കെ ഉണ്ടാക്കുമായിരുന്നു. അടുക്കളയിലോട്ട് വന്നപ്പോൾ സങ്കടം കുറച്ചുകൂടെ കൂടിയിട്ടോ. കാരണം ഞാൻ എപ്പോൾ എണീറ്റ് വന്നാലും 2 ഉമ്മാമാരും കൂടെ ആയിരിക്കുമല്ലോ അടുക്കളയിൽ രാവിലെ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത്. അങ്ങനെ ദോശയും സാമ്പാറൊക്കെ കഴിച്ചിട്ട് ഉച്ചക്കത്തേക്കുള്ള ഫുഡിനുള്ള സാധനങ്ങൾ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തലേ ദിവസം തന്നെ ഷിനാജ് പോയി കുറച്ച് ചെമ്മീനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു കേട്ടോ. ഈ ഒരു പാത്രം ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചാണ്. ഒരുപാട് തവണ യൂസ് ചെയ്ത് കൊടുത്ത പൈസക്ക് മുതലായെന്ന് പറയാം കേട്ടോ. 700-ന് ഉള്ളിലാണ് ഇതിന് റേറ്റ് വരുന്നത്. നല്ല ക്വാളിറ്റി ഉള്ള ഒരു ചട്ടിയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ ചെമ്മീൻ കറി വെക്കാൻ പോവാണ്. ചെമ്മീൻ മുളകിട്ടാട്ട വെക്കുന്നത്. അപ്പോൾ ജസ്റ്റ് റെസിപ്പിയും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് ഓർത്ത് ആദ്യം തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട്. 2-3 വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയാട്ടോ എടുത്തേക്കുന്നത്. അതിൻ്റെ കൂടെ വേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാൻ ഞാൻ അപ്പോൾ ഇടാൻ മറന്നതാണ് കേട്ടോ. പിന്നെ ഒരു ചെറിയ സബോളയും കുറച്ചധികം ചെറിയ ഉള്ളിയും കൂടെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഒരു പകുതി വാടി വന്നപ്പോഴത്തേക്കും ഒരു കുഞ്ഞ് തക്കാളി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ഇനി ഇത് ഇവിടെ ഇരുന്ന് നല്ലോണം ഒന്ന് വാടണം. വാടി കഴിഞ്ഞിട്ട് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഞാൻ എരിവുള്ള മുളക് പൊടിയും എരിവില്ലാത്ത മുളക് പൊടിയും രണ്ടും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല ഇതേപോലെ ഒന്ന് തൂവി കൊടുക്കണം. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ചിക്കൻ മസാലയും കൂടെ എല്ലാം കുറച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ചെമ്മീൻ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. എനിക്ക് വേണ്ടിയിട്ട് മാത്രം. ഷിനാജിനും ഉമ്മാക്കും വലിയ താല്പര്യമില്ല. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഞാൻ സാധനങ്ങളൊക്കെ എടുത്തിരിക്കുന്നത്. പൊടികളിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ പച്ചമണം മാറുമ്പോഴത്തേക്കും ഇതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കണം. ചെമ്മീനിൽ ഞാൻ ഓൾറെഡി മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും തേച്ച് കുറച്ച് നേരം വെച്ചതാണ് കേട്ടോ. ചെമ്മീനിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നല്ല ചൂടുള്ള വെള്ളം, നല്ല തിളച്ച വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ. പച്ചവെള്ളം ഒരിക്കലും ഒഴിക്കരുത്. പച്ചവെള്ളം ഒഴിച്ചാൽ ആ കറിയുടെ ടേസ്റ്റ് തന്നെ പോകും കേട്ടോ. അതുകൊണ്ടാണ്. എന്നിട്ട് ഇത് നല്ലോണം തിളച്ച് കഴിയുമ്പോഴത്തേക്കും 2 കഷ്ണം പുളി ഇട്ട് കൊടുക്കാം. കുറച്ച് വേപ്പിലയും കൂടെ തൂക്കി കൊടുത്താൽ നമ്മുടെ ചെമ്മീൻ കറി ഇവിടെ റെഡിയായി. ഈ ഒരു ചമ്മന്തി അടിപൊളി ചമ്മന്തിയാണ് കേട്ടോ. ഇവിടുത്തെ ഉമ്മ ഉണ്ടാക്കിയതാണ് ഉണക്കമുളകൊക്കെ വെച്ചിട്ട്. പിന്നെ ഇപ്പുറത്ത് നമ്മുടെ മുളക് തിരുമിയതാണ്. അതിൻ്റെ ഉമ്മ തലേ ദിവസം തന്നെ ഉണ്ടാക്കി വെച്ചിട്ട് പോയതാട്ടോ. അപ്പോൾ രണ്ടും കുറച്ചെടുത്ത് കുറച്ച് ചെമ്മീൻ കറിയും കൂടെ ഞാൻ ചോറിലോട്ട് വെച്ചിട്ട് കഴിക്കാൻ പോവാണ്. ഈ ചട്ടി കണ്ടപ്പോഴത്തേക്കും അടിക്ക് പിടിക്കുവാന്ന് എനിക്ക് ഉമ്മാക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ അടിക്ക് നല്ല കട്ടിയുള്ളതുകൊണ്ട് ആ ഒരു പ്രശ്നമില്ല.